Hi friends, welcome back to Billion Craft. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അധികം വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ് ഒന്നുമല്ല. 90s കിഡ്സിനെ ഒന്നും പ്രിയപ്പെട്ട ടോം ആൻഡ് ജെറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ടോം ആൻഡ് ജെറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യം ഇതിലേക്ക് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് എമൽഷൻ പെയിൻറ്റ് എടുത്തിട്ട് സ്പോഞ്ച് വെച്ച് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്പോഞ്ച് വെച്ച് കോട്ട് ചെയ്യുന്നത് ബ്രഷ് വെച്ച് കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പാടുകൾ വരും ബ്രഷിൻ്റെ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പോഞ്ച് വെച്ച് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും ഇത്. ഞാനത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ടോം ആൻഡ് ജെറിയുടെ ഫേസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊരു പെൻസിൽ വെച്ചിട്ട് ഹാഫ് ഫേസ് ആയിട്ടുള്ള ടോം ആൻഡ് ജെറിയുടെ ഫേസാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു പെർമനൻറ്റ് മാർക്ക് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മാർക്കിങ്ങിൻ്റെ ഉള്ളിലായിട്ട് കറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ അതിൻ്റെ മുകളിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ഫേസ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഞാൻ ടോമിൻ്റെ ഫേസാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ആ സൈഡ് ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ബ്ലൂവിൻ്റെ ഒപ്പം കുറച്ച് വൈറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജെറിയുടെ ഫേസ് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രൗൺ കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ സൈഡ് ഫുള്ള് ബ്രൗൺ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി വൈറ്റും ആഡ് ചെയ്തിട്ട് ഞാൻ വേറൊരു ഷെയ്ഡും കൂടി അടിച്ച് കൊടുക്കുകയാണ്. നമുക്കിനി ബോയ്ക്ക് റെഡ് പെയിൻറ്റ് ചെയ്യാം. ഇനി ഐസിന് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് പെയിൻറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ പെർമനൻറ്റ് മാർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത ആ സൈഡ് ഫുള്ള് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോം ആൻഡ് ജെറിന്ന് ആ സെയിം ഫോണ്ടിൽ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് ഓറഞ്ച് കളർ വെച്ചിട്ട് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ബോട്ടിലായിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യം അടിച്ച ബേസ് കോട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ പോസ്റ്റർ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഞാൻ ടോം ആൻഡ് ജെറിന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അത് മുകളിലത്തെ പോർഷനിൽ ബ്രൗൺ പോസ്റ്റർ പെയിൻറ്റ് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഇതിനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സദ്യം ക്ഷമിക്കുക. ഇതിന് നല്ല ക്രാഫ്റ്റായിട്ട് നമുക്ക് നെക്സ്റ്റ് സൺഡേ കാണാം. അതുപോലെ ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഇസ്മി വിഷ്ണു സൈനിങ് ഔട്ട്.